ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണല്ലോ? അൽഹംദുലില്ലാഹ് നമ്മളും സുഖമായിരിക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ദുആ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ രാവിലെ തന്നെ അടുക്കളയ്ക്ക് വന്നിട്ട് അപ്പത്തിന് മാവ് അടിച്ച് വെച്ചായിരുന്നേ. അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയായിരുന്നു, എല്ലാം പൊങ്ങി വന്നിട്ടുണ്ടെന്ന്. അപ്പം മാവൊക്കെ നല്ല രീതിക്ക് പൊങ്ങി വന്നിട്ടുണ്ടായി. പിന്നെ കടലയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഒന്ന് എടുത്ത് നോക്കി. പിന്നെ കറിക്കുള്ള സവാളയും എല്ലാം ഒന്ന് നന്നാക്കി എടുക്കണേ. എനിക്ക് ഈ അപ്പത്തിന് ദോശയൊക്കെ ഇങ്ങനെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ നീറ്റപ്പാട് അത് നോക്കണം, അതെല്ലാം നല്ല പൊങ്ങി വന്നിട്ടുണ്ട്, മാവൊക്കെ കറക്റ്റാണ് എന്ന് നോക്കണം. അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ഇപ്പോഴേ കറിക്കുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായി. എന്നിട്ട് പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ സവാള അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ 2 പച്ചമുളകും ചേർത്തിട്ടുണ്ടായി, കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് അതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പും ചേർത്തായിരുന്നു, സവാള ഒന്ന് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായി. ആ സമയത്ത് പിന്നെ ചായയും പെട്ടെന്ന് ആയി കിട്ടുമല്ലോ, അപ്പോൾ ചൂടാറി കിട്ടും നമ്മൾ ചായ കുടിക്കാൻ നേരത്ത് പിള്ളേർക്ക് കൊടുക്കുമ്പോൾ. പിന്നെ അതുമല്ല, നമ്മൾ ഒരു ജോലി മാത്രം ഇങ്ങനെ ആക്കിയിട്ടിരിക്കില്ലല്ലോ, എല്ലായിടത്തും നമ്മളെ കൈയൊക്കെ എത്തുമല്ലോ. പിന്നെ ചായ ഒഴിക്കാനുള്ള ഫ്ലാസ്കൊക്കെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷം നമ്മൾ സവാള അതും ഒന്ന് ഇളക്കി കൊടുത്ത്, കാരണം അതും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. അതിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. പിന്നെ ചായക്ക് വെച്ച വെള്ളം ഒന്ന് ചൂടായപ്പോൾ തന്നെ ഞാൻ പിന്നെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായി, പഞ്ചസാരയും ചായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. വെള്ളം തിളക്കാനൊന്നും നിന്നില്ല, അത് അവിടെ നിന്നിട്ട് പയ്യെ അത് തിളച്ചോളുമല്ലോ, അപ്പോൾ നമുക്ക് പിന്നെ അത് അരിച്ചൊഴിച്ചാൽ മതിയല്ലോ. ചായയൊക്കെ വെച്ചതിന് ശേഷം പിന്നെ കുടിക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ച്. നമ്മൾ ഈ പാത്രത്തിലല്ല വെള്ളം തിളപ്പിക്കാൻ വെക്കാറ്, നമ്മൾ അപ്പത്തിന് അടിച്ച് വെച്ചില്ലേ അതിലാണ്. പക്ഷെ അതിലിപ്പോൾ മാവ് ഉണ്ടായതുകൊണ്ട് ഞാനൊരു കലത്തിൽ തിളപ്പിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ടായി. സവാളൊക്കെ നന്നായി ഇങ്ങനെ വഴന്ന് വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. മുളക് പൊടി ഒരു ഇച്ചിരി കൂടുതൽ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം അപ്പത്തിന് ഇച്ചിരി മധുരം ഉണ്ടാവില്ല, അപ്പോൾ കറിക്ക് ഒരു ഇച്ചിരി എരിവ് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആ സമയത്ത് ചായ തിളച്ചായിരുന്നു, ചായ എല്ലാം എന്നിട്ടൊന്ന് ഫ്ലാസ്കിലേക്ക് അരിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ടായി. ഈ സമയത്ത് കറിക്കുള്ളത് സവാളൊക്കെ തീ കുറച്ചിട്ട് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോവല്ലോ. അതെല്ലാം ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. തക്കാളി നന്നായിട്ട് വെന്തുടയണം. തക്കാളി എല്ലാം വെന്തുടഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് ഒരു കുക്കറിലേക്ക് മാറ്റി കടലയും അതുപോലെ തന്നെ നമ്മൾ സവാള ഇതൊക്കെ വഴറ്റിയത് അതിലേക്ക് ഇട്ടുകൊടുത്ത് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്തുള്ളത്. പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അതൊന്ന് കടല വേവിക്കാൻ വേണ്ടി വെച്ച്. കുക്കറിൽ തന്നെ സവാളയും തക്കാളിയൊക്കെ വഴറ്റിയെടുത്താൽ മതി, ഞാൻ പിന്നെ ഇങ്ങനെ സെപ്പറേറ്റ് എടുത്തെന്നുള്ളൂ. അപ്പോൾ കടല വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായി. പാത്രത്തിലേക്ക് മാറ്റണമെന്നില്ല, ആ കുക്കറിൽ തന്നെ നമുക്ക് ഇടാമായിരുന്നു, ഞാനത് കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ നന്നായിട്ട് ഇങ്ങനെ കുറുകി വരണം. ആദ്യം നന്നായി കൂട്ടിയിടേ തീ, എന്നിട്ട് പിന്നെ കുറച്ച് വെച്ചതിന് ശേഷം അത് നന്നായി കറി ഒന്ന് പറ്റിച്ചെടുക്കണം. കറിയെല്ലാം ഇപ്പോൾ ഏകദേശം പറ്റി വന്നിട്ടുണ്ടായി. എന്നിട്ട് പിന്നെ അത് മാറ്റി വെച്ചിട്ട് കറി ഒന്ന് താളിച്ചെടുക്കണമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നതിന് മുന്നേ ഇച്ചിരി തേങ്ങാക്കൊത്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായി. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ആ തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായി. അതുപോലെ തന്നെ തേങ്ങാക്കൊത്തെല്ലാം നന്നായി കളർ മാറി വന്നതിന് ശേഷം അതിലേക്ക് ചുമന്നുള്ളൊരു 4-5 ചുമന്നുള്ളി കനം കുറച്ചിട്ട് അരിഞ്ഞിട്ടുണ്ടായി, അതും ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. എന്നിട്ട് കറി താളിച്ചിട്ട് നമ്മൾ അത് ഒഴിച്ചു കൊടുത്ത്, എന്നിട്ട് പിന്നെ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് ചട്ടടുപ്പത്തേക്ക് വെച്ചിട്ട് ചൂടോടെ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി കൊടുക്കണേ. ഈ സമയത്ത് പിള്ളേരെല്ലാവരും വന്ന് അവരെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ടായി. പിള്ളേർക്കും മിക്കാക്കുള്ള അപ്പൊക്കെ വേഗം ചുട്ടു കൊടുത്ത്, എന്നിട്ട് അവർ ചായയൊക്കെ കുടിച്ച് മോളെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് പിള്ളേർ സ്കൂളിലേക്കും പോയി, അതുപോലെ തന്നെ ഇക്ക ജോലിക്കും വേണ്ടി പോയി. എന്നിട്ട് പിന്നെ ചായ കൂടി എല്ലാവരും കഴിഞ്ഞതിന് ശേഷം ഞാൻ
കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു, ചായ കുടിച്ച പാത്രങ്ങളെല്ലാം. അതെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നിട്ട് പിന്നെ പാത്രം എല്ലാം ഒന്ന് കഴുകി വെച്ചതിന് ശേഷം പിന്നെ പണിയൊക്കെ പെട്ടെന്ന് കഴിയും. കാരണം പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനത്തിൽ നമ്മളെ ജോലിയൊക്കെ പിന്നെ പെട്ടെന്ന് കഴിയും. രാവിലെ മാത്രമാണ് ആ ഒരു തിരക്ക് പിടിച്ച പണി ഉണ്ടാവാറ്. പിന്നെ അതെല്ലാം ഒന്ന് കഴുകി അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടതിന് ശേഷം രാവിലത്തെ ജോലിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി ഉച്ചക്കുള്ള ഇതൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.